99% ഇതിൻ്റെ എഫേർട്ടും ഇതിൻ്റെ പോളിസീസ് എല്ലാം നരേന്ദ്രമോദിജീൻ്റെ BJP സർക്കാരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് പറയാൻ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ശബരിമല കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സത്യം ജനങ്ങൾക്ക് മനസ്സിലാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കും ഡേറ്റ ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത്. രണ്ടാമത്തെ ഒരു വിവാദം എന്ന് അങ്ങനെ പറഞ്ഞാൽ PM ശ്രീ. ഇതും ശ്രദ്ധ തിരിക്കാൻ സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു തന്ത്രം. PM ശ്രീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇനീഷ്യേറ്റ് ചെയ്തൊരു പോളിസിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസി. ആരെയാണെങ്കിലും അത് വായിച്ച് മനസ്സിലാക്കിയാൽ അതിൽ കുട്ടികൾക്കും യുവാക്കൾക്കും ഗുണം ചെയ്യുന്ന ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. കരിക്കുലം ഫ്ലെക്സിബിലിറ്റി, ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഫ്ലെക്സിബിലിറ്റി, സ്പോർട്സും സ്കില്ലിംഗ്, വൊക്കേഷണൽ ട്രെയിനിങ് ഉൾപ്പെടുത്തിയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ക്രിട്ടിക്കൽ തിങ്കിങ് ഉൾപ്പെടുത്തിയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിൻ്റെ ഒപ്പം PM ശ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ, കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഒരു പോളിസി ഫ്രെയിംവർക്ക് ആയിരുന്നു. പക്ഷേ അതിനെയും ചവിട്ടി വെച്ചു. 5 കൊല്ലം ചവിട്ടി വെച്ചു. എന്തെല്ലാം പറഞ്ഞ് കാവി സാഫ്രണൈസേഷനാണ്, കാവി കരിക്കുലമാണ്, നുണ പറഞ്ഞ് ഈ അതിദാരിദ്ര്യത്തിനെ കുറിച്ച് നുണ പറയുന്നു. PM ശ്രീയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 5 കൊല്ലം നുണ പറഞ്ഞു. എന്നിട്ട് ഇന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അഴിമതി, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയിൽ തകർന്നു കിടക്കുന്ന ആരോഗ്യ മേഖലയും ഇതെല്ലാം കൃത്യമായി പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് പോയി PM ശ്രീ MOU സൈൻ ചെയ്യുന്നു. എന്നിട്ട് ഈ CPI CPM ഒരു നാടകം, ഞാനൊരു ഗുഡ് കോപ്പാണ്, മറ്റൊരു ബാഡ് കോപ്പാണെന്ന് അത് ചെയ്യുന്ന ഒരു നാടകമാണ്. ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കരിക്കുലമിനെ പറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വഴി കരിക്കുലം ഫ്രെയിം ചെയ്യാൻ എല്ലാ അവകാശങ്ങളും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുണ്ട്. അപ്പോൾ ഇതൊരു സാഫ്രൻ കരിക്കുലം ആവും, ഇതുമാവും, മറ്റേതാവും എന്ന് പറയുന്നതെല്ലാം ഒരു കൃത്യമായ പച്ചക്കള്ളമാണ്, നുണയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ പോയിന്റ്. അവസാനം എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളകൾ അതിനെക്കുറിച്ച് കേട്ടു, എക്സാലോജിക്കിനെ പറ്റി കേട്ടു, മെസ്സി സ്കാമിനെ പറ്റി കേട്ടു. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രം ശുദ്ധീകരിക്കാൻ ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ്. അതിൻ്റെ ഒപ്പം ദേവസ്വം ബോർഡ് ദല്ലാൽമാരെയും ശുദ്ധീകരിക്കണമെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്, BJP ചെയ്യാൻ തയ്യാറാണ്. അതിനൊപ്പം മാധ്യമ ദല്ലാൽമാർ അങ്ങനെ ഉണ്ടെങ്കിൽ, സ്കാമിന് പെട്ട മാധ്യമ ദല്ലാൽമാരുണ്ടെങ്കിൽ ആ ശുദ്ധീകരണവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. ഞാനത് TV കണ്ടു. അതങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ അവർ സ്റ്റേറ്റ് ഗവൺമെൻറ് അത് പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിച്ചോട്ടെ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് 100% ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അവകാശമുണ്ട്. ആ സ്റ്റേറ്റിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രകാരം കരിക്കുലം ഫിക്സ് ചെയ്യാൻ. അതാണ് സത്യം, അതാണ് ഫാക്റ്റ്. അല്ല, നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല.
പറയൂ. അത് നോക്കൂ, ഈ മെസ്സി സ്കാമിലെല്ലാം പെടുമ്പോൾ ശ്രദ്ധ ധരിക്കാൻ അങ്ങനെയെല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക്. അത് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. നോക്കൂ, ഞാൻ കാണുമ്പോട്ടെ, ഇത് ഞാൻ കുറേ കൊല്ലമായിട്ട് ഞാൻ അനുഭവിക്കുന്നൊരു ഇഷ്യൂ ആണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ ശരിക്കും ഒരു പ്രിൻസിപ്പിളിലായിട്ട് ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോരോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വരും. ഞാൻ എന്താണ് പറയുന്നത്, ഈ മതേതരത്വത്തിനെ കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി SDPI ഇറങ്ങണ്ട, അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും CPM ഞങ്ങളെ പഠിപ്പിക്കണ്ട പറയുമ്പോൾ ഇങ്ങനെ വരും, ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിനെ വിമർശിക്കാൻ. അത് നോ ഇഷ്യൂ. രണ്ടാമത്തേത് നോക്കൂ, നുണ പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരുമുണ്ട്. ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽ എലിമെൻസും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. എന്തോ നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസാണോ, അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാം. ഇതൊരു പുതിയ തന്ത്രമൊന്നുമല്ല, ഇത് എത്രയോ കാലമായിട്ട് നടക്കുന്നതാ. ഇവർക്കൊരു പുതിയ തന്ത്രമായിട്ട് അവർ കാണുന്നു, അത്രേ ഉള്ളൂ. നോക്കൂ, തെറ്റ് ചെയ്തവർ വിടില്ല. ഇത് ന്യൂ ഇന്ത്യയാണ്. ഏത് മാധ്യമമാണോ, ഒരു CPMന്റെ വലിയ ലീഡറാണോ, തെറ്റ് ചെയ്താൽ മകനാണോ മരുമകനാണോ മാധ്യമത്തിൻ്റെ ഓണറാണോ, ഞങ്ങൾ വിടില്ല. അത് ഒരു കൃത്യമായൊരു ഫാക്റ്റാണ്, ഒരു ട്രൂത്താണ്. അത് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലോ, എന്നെക്കുറിച്ച് നുണ പറഞ്ഞാൽ അത് മാറുന്നു വിചാരിക്കണ്ട, അത് നടക്കില്ല. അത് നിങ്ങൾ പറയണ്ട, അല്ലല്ല, റിപ്പോർട്ടറിന് മറുപടി പറയില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. മറ്റു മാധ്യമ പ്രവർത്തകരുടെ മര്യാദയ്ക്കും മാന്യതയ്ക്കും മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരോട് വേറെയുണ്ട്, അവർക്ക് മറുപടി കൊടുത്തോളാം. നിങ്ങൾ അവിടെ ഇരുന്നാൽ അന്തസ്സുള്ള, അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, മാന്യമായി ധാർമ്മികത പുലർത്തുന്ന മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. റിപ്പോർട്ടറിനെ പോലെയുള്ള അഴിമതിയുടെ പേക്കൂത്തുകളല്ല, അല്ലാത്തവരോടുണ്ട്. അവർക്കാണ് മറുപടി കൊടുക്കുക. റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അത് അവർ പറഞ്ഞല്ലോ, ഇതിലൊരു വസ്തുത ഇല്ല. ഇതിലൊരു നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിഡ്ഢികളാണെന്നല്ലോ, അങ്ങനെ ആരില്ലല്ലോ. ഞങ്ങൾ ആരോപണം ശബരിമല കൊള്ളയെ കുറിച്ച് പറയുന്നു, വാസവൻ രാജിവെക്കണം, വാസവൻ്റെ എതിരെ തെളിവുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വെക്കുന്നത്? ആരുടെ പേരിലാണ് മുമ്പോട്ട് വെക്കുന്നത്? അല്ല, അത് അല്ല ഞാൻ പറഞ്ഞു ഞാൻ ഇതിൽ സത്യമില്ല, ഇത് നുണയാണ്. അല്ല, ഇത് സത്യമല്ല, നുണയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ. എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത്, അത് നടക്കില്ല, ഇതുവരെ നടന്നിട്ടില്ല. എന്നിട്ടാണോ ഈ ദല്ലാൽമാർ അല്ല, എൻ്റെ എതിരെയല്ലോ അവർ കൊടുത്തിരിക്കുന്നത്, അത് ഏതോ കമ്പനി. എൻ്റെ നോക്കൂ, ഈ നുണ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ എതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവുന്ന ആർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവും, 100% ഉണ്ടാവും.